ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലത്തെ ഇൻഡയസിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡയസ് 37 തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ദ പ്രൊവിഷൻ, ദാറ്റ് ഈസ് ദ ഇൻഡയസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു പ്രൊവിഷൻസ്, കണ്ടീജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടീജൻറ്റ് അസറ്റ്. 2 ക്ലാസ്സായി അതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഈ പ്രൊവിഷൻസിൻ്റെ അതിൽ 3 ഐറ്റംസാണുള്ളത്. പ്രൊവിഷൻസ് ഉണ്ട്, കണ്ടീജൻറ്റ് ലയബിലിറ്റി ഉണ്ട്, കണ്ടീജൻറ്റ് അസറ്റ് ഉണ്ട്. അതിൻ്റെ പ്രൊവിഷൻസിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയത്. അതിൽ പ്രൊവിഷൻസ് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാമെന്നും അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. നമുക്കൊരു പ്രസൻ്റ് ആയിട്ടൊരു ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ബാധ്യത ഉണ്ടായിരിക്കണം. ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വരാനായിട്ടൊരു പാസ്റ്റ് ഇവൻ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. കൃത്യമായിട്ട് ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക് ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കണം. അതുപോലെ ആ എക്കണോമിക് ഔട്ട്ഫ്ലോ നമുക്ക് ക്ലിയർ ആയിട്ട് മെഷർമെൻറ്റ് നടത്താനും പറ്റണം. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് നമുക്ക് ഒരു എക്സ്പെൻഡിച്ചറിനെ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ വരുന്ന ഏത് പ്രൊവിഷനും, ആ അക്കൗണ്ടിങ്ങിന് പീരീഡിൽ വരുന്ന ഏത് പ്രൊവിഷനും നമ്മൾ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്തുകയും ചെയ്യും. എത്ര എമൗണ്ട് ആണ്, എത്ര എക്സ്പെൻഡിച്ചറാണ് നമുക്ക് വന്നത്, ബെസ്റ്റ് എസ്റ്റിമേറ്റ് എത്രയാണ് വന്നത്, ആ എമൗണ്ട് ആണ് നമ്മൾ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്താമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൻ്റെ റെക്കഗ്നിഷനും പഠിച്ചു, അതുപോലെ മെഷർമെൻറ്റും പഠിച്ചു. ആ മെഷർമെൻറ്റ് നടത്തേണ്ടത് മെയിനായിട്ട് മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, ബേസ്ഡ് ഓൺ ദെയർ പാസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കൺസൾട്ടേഷൻ വിത്ത് സം എക്സ്പേർട്ട്. അത് ഈ ഏരിയയിലുള്ള പല എക്സ്പേർട്ടിനോടും ഡിസ്കസ് ചെയ്തിട്ടും അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ മെഷർമെൻറ്റ് പ്രൊവിഷൻസിന് നമുക്ക് ആ ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ വരുന്ന എത്ര എമൗണ്ട് ആണ് നമ്മൾ പ്രൊവിഷനായിട്ട് മെഷർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഡിസിഷൻ എടുക്കാനും പറ്റും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്കസ് ചെയ്യാവുന്ന ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രോബ്ലം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ കമ്പനി സെൽ ഇറ്റ്സ് ഗുഡ്സ് വിത്ത് എ വാറണ്ടി ഫോർ ദി കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ഓഫ് എനി മാനുഫാക്ചറിങ് ഡിഫെക്ട്സ് വിതിൻ ദ ഫസ്റ്റ് 6 months ആഫ്റ്റർ പർച്ചേസ്. ഒരു കമ്പനിക്കുള്ള ഒരു വാറണ്ടി പോളിസി എന്ന് വെച്ചാൽ അത് വിറ്റ പ്രൊഡക്റ്റ് 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാണെങ്കിൽ വാറണ്ടി ക്ലെയിം ഉണ്ട്. നമ്മളിപ്പോൾ പല സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒക്കെ കാണാറുണ്ട് 6 months വാറണ്ടി അല്ലെങ്കിൽ 1 year വാറണ്ടി, 2 year വാറണ്ടി എന്നൊക്കെ കാണാറുണ്ട്. അതുപോലെ ഈ കമ്പനിക്കുള്ള പോളിസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 6 months അതുവരെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് വാറണ്ടി പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാറണ്ടി കിട്ടില്ല. If minor defects were detected in all the products sold, റിപ്പയർ കോസ്റ്റ് ഓഫ് 1 lakh വിൽ റിസൾട്ട്. അതായത് നമ്മൾ വിറ്റ എല്ലാ കോസ്റ്റിനും ഒരു മൈനർ ഡിഫക്റ്റാണ്, എല്ലാ ഗുഡ്സിനും മൈനർ ഡിഫക്റ്റാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന റിപ്പയർ കോസ്റ്റ് 1 lakh ആണ്. നമ്മൾ വിറ്റ എല്ലാ പ്രൊഡക്റ്റിനും ഇട്ട്, അതായത് ഇപ്പോൾ 100 പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് മാക്സിമം വരാവുന്ന മൈനർ ഡിഫക്റ്റിന് വന്നിട്ട്, മൈനർ ഡിഫക്റ്റ് ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ വന്നിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആണ്. ഓക്കെ, 1 lakh അല്ല 10 lakh rupees ആണ്. would result if the major defects were detected in all products sold, repair cost of 40 lakhs would result. അതേപോലെ ഞാൻ വിറ്റ എല്ലാ പ്രൊഡക്റ്റിനും ഒരു മേജർ ഡിഫക്റ്റ് ആണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് വരുന്ന റിപ്പയർ കോസ്റ്റ് മൊത്തം വരുന്നത് 40 lakhs rupees ആണ്. അതായത് ഞാനിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 100 യൂണിറ്റ് വിറ്റു എന്ന് വിചാരിക്കുക. ആ 100 യൂണിറ്റിനും ഒരു മൈനർ ഡിഫക്റ്റ് വരാണെങ്കിൽ എനിക്ക് മാക്സിമം വരാവുന്ന റിപ്പയർ കോസ്റ്റ് 10 lakhും മേജർ ഡിഫക്റ്റ് വരാണെങ്കിൽ എനിക്ക് മാക്സിമം വരാവുന്ന റിപ്പയർ കോസ്റ്റ് 40 lakhsമാണ്. The company's past experience and future expectations indicate that 75% of goods sold will have no defects. അതിലെ പണ്ടത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുപോലെ നമുക്ക് തന്നെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കമ്പനിയുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ 100 പ്രൊഡക്റ്റ് വിറ്റെന്ന് വിചാരിക്കുക. ആ 100ൽ 75%, അതായത് 75 പ്രൊഡക്റ്റിനും ഒരു ഡിഫക്റ്റും ഉണ്ടാവില്ല. 20% വിൽ ഹാവ് മൈനർ മിസ്റ്റേക്ക്, 20% മൈനർ മിസ്റ്റേക്ക് ഉണ്ടാവും. 100 75 ഒരു ഡിഫക്റ്റും ഇല്ല. പിന്നെയുള്ള 20 മൈനർ മിസ്റ്റേക്ക് ഉണ്ടാവും. 5% വിൽ ഹാവ് മേജർ ഡിഫക്ട്സ്. ബാക്കിയുള്ള 5% മേജർ ഡിഫക്ട്സും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ റിക്വയർഡ് ഫോർ ദി വാറണ്ടി ഒബ്ലിഗേഷൻ. അപ്പോൾ നമ്മൾ എത്രയാണ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം, ക്വസ്റ്റ്യൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു കമ്പനിക്ക് 2 തരത്തിലുള്ള ഡിഫക്റ്റാണ് ഉണ്ടാവാറുള്ളത്. വാറണ്ടി ക്ലെയിം 6 months ഉണ്ട്. അതിൽ 2 തരം ഡിഫക്റ്റ് ഉണ്ട്, മൈനർ ഡിഫക്റ്റും ഉണ്ട്, മേജർ ഡിഫക്റ്റും ഉണ്ട്. നമ്മൾ വിറ്റ എല്ലാ പ്രൊഡക്റ്റും ഒരു മൈനർ ഡിഫക്റ്റ് പ്രകാരം തിരിച്ചു വരാണെങ്കിൽ നമുക്ക് വരുന്ന മാക്സിമം റിപ്പയർ കോസ്റ്റ് എന്ന് പറയുന്നത് 10 lakhs. അത് മേജർ ഡിഫക്റ്റ് ആണെങ്കിൽ നമുക്ക് വരുന്ന മാക്സിമം റിപ്പയർ കോസ്റ്റ് എന്ന് പറയുന്നത് 40 lakhs. നമ്മുടെ പണ്ടത്തെ അനുഭവ പ്രകാരം നമ്മുടെ പ്രൊഡക്റ്റിലെ വിറ്റ പ്രൊഡക്റ്റിലെ 75% പ്രത്യേകിച്ച് ഡിഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല. 20% മൈനർ ഡിഫക്റ്റ് ഉണ്ടാവുക, 5% എന്തുണ്ടാവുള്ളൂ, മേജർ ഡിഫക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മൾ എത്ര എമൗണ്ട് ആണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര ശതമാനം ആണ് നമുക്ക് മൈനർ ഡിഫക്റ്റ് ആയിട്ട് വന്നിരിക്കേണ്ടത്? 20%. അപ്പോൾ ഞാൻ വിറ്റ എല്ലാ പ്രൊഡക്റ്റിനും എത്ര കോസ്റ്റ് വരും? 10 lakh കോസ്റ്റ് വരും. അങ്ങനെ എല്ലാ പ്രൊഡക്റ്റിനും ഡിഫക്റ്റ് വന്നിട്ടില്ല. എത്ര പെർസെൻറ്റേജിനെ വന്നിട്ടുള്ളൂ? 20% ഡിഫക്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ 10 lakhന്റെ 20% നമുക്ക് മൈനർ ഡിഫക്റ്റിന് വേണ്ടി ചിലവാക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായ? 10 lakh എന്ന് പറയുന്നത് ഞാൻ വിറ്റ 100% പ്രൊഡക്റ്റിനും ഡിഫക്റ്റ് വന്നാൽ, മൈനർ ഡിഫക്റ്റ് വന്നാൽ അതിന് വരുന്ന കോസ്റ്റാണ് 10 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് മൈനർ ഡിഫക്റ്റ് വർ ഡിറ്റക്റ്റഡ് ഫോർ ഓൾ പ്രൊഡക്റ്റ് സോൾഡ്, ഞാൻ വിറ്റ എല്ലാ പ്രൊഡക്റ്റിനും, അതായത് 100% പ്രൊഡക്റ്റിനും ഡിഫക്റ്റ് വന്നാൽ, മൈനർ ഡിഫക്റ്റ് വന്നാൽ എനിക്ക് വരുന്ന റിപ്പയർ കോസ്റ്റാണ് 10 lakh എന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100%-നൊന്നും വന്നിട്ടില്ല. ആകെ എത്ര ശതമാനത്തിന് വന്നിട്ടുള്ളൂ? 20% വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മൈനർ ഡിഫക്റ്റിന് വരുന്ന കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 10 lakhന്റെ 20% ആണ് നമുക്ക് മൈനർ ഡിഫക്റ്റിന് വന്ന കോസ്റ്റ്, റിപ്പയർ കോസ്റ്റായിട്ട് വരിക. അതുപോലെ ഞാൻ വിറ്റ എല്ലാ പ്രൊഡക്റ്റിനും മേജർ ഡിഫക്റ്റ് വരാണെങ്കിൽ എനിക്ക് മാക്സിമം വരുന്ന റിപ്പയർ കോസ്റ്റ് എന്ന് പറയുന്നത് 40 lakhs ആണ്. ഇപ്പോൾ ഞാൻ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ? 100% ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആകെ എത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ? 5% എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ 40 lakhsന്റെ 5% എന്തിനായിട്ട് വരുള്ളൂ? മേജർ ഡിഫക്റ്റിൻ്റെ റിപ്പയറിംഗ് കോസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാൽ ദി എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സ് ഇസ് ഈക്വൽ ടു 10 lakhs. മൈനർ ഡിഫക്റ്റ് എത്രയാണ്? 10 lakh ആണ് അതിൻ്റെ കോസ്റ്റ് വരിക. അതിന് നമ്മൾ എത്ര പെർസെൻറ്റേജ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്? 20%. അപ്പോൾ 10 lakhsന്റെ 20% പ്ലസ് മേജർ ഡിഫക്റ്റിൻ്റെ കോസ്റ്റ് പറയുന്നത് 40 lakhs ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5%. അപ്പോൾ 40 lakhsന്റെ 5%. 10 lakhsന്റെ 20% എന്ന് പറയുന്നത് 2 lakhs-ഉം 40 lakhsന്റെ 5% എന്ന് പറയുന്നത് 2 lakhs-ഉമാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 4 lakhs ആണ് നമുക്ക് വരിക. ദസ് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഈസ് 4 lakh. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ട പ്രൊവിഷൻ ഫോർ വാറണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്രയാണ്? 4 lakhs ആണ്. കാരണം നമ്മൾ ഓരോ മേജർ കോസ്റ്റിനും മൈനർ കോസ്റ്റിനും വരുന്ന ടോട്ടൽ നമുക്കറിയാമായിരുന്നു. അതിൽ ഞാൻ മൈനറിന് 20%-ഉം മേജറിന് 5% എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബേസിൽ കോസ്റ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 4 lakhs ആണ് കിട്ടിയത്. ആ 4 lakhs ആണ് ഞാൻ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ വാറണ്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാറണ്ടിയുടെ എമൗണ്ടുകൾ കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് എമൗണ്ട് എന്ന് നോക്കുക, എത്രയാണ് പെർസെൻറ്റേജ് എന്ന് നോക്കുക, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോസ്റ്റും എമൗണ്ട് ഓഫ് പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിളോട് നോക്കാം. എ കാർ ഡീലർഷിപ്പ് ഓൺസ് എ വർക്ക്ഷോപ്പ് ഫോർ സർവീസിംഗ് കാർ അണ്ടർ വാറണ്ടി. The entity experiences with the warranty claim is 60% of cars sold have 0 defects. 25% of cars sold have normal defects which cost rupees 10,000. 15% cars sold have defects which cost rupees 30,000. Compute the amount of provision for warranty. അതായത് ഒരു കാർ ഡീലർഷിപ്പ് എന്ന് വെച്ചാൽ കാർ വിൽക്കുന്ന ആൾ അതിൻ്റെ കൂടെ എന്തും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സർവീസിങ് ഓഫ് കാർസും കൂടിയും ആ ഒരു സർവീസും കൂടിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാർ ഡീലർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാർ വാങ്ങുന്ന സ്ഥലം, അതിൻ്റെ കൂടെ അയാൾ സർവീസിങ്ങും ചെയ്യുന്നുണ്ട് അണ്ടർ വാറണ്ടി ക്ലെയിമോട് കൂടിയിട്ടാണ് അയാൾ കൊടുക്കുന്നത്. അയാൾക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കമ്പനിയിൽ നിന്ന് വിറ്റ 60% കാർസിന് പ്രത്യേകിച്ച് ഡിഫക്ട്സ് ഒന്നും ഉണ്ടാവാറില്ല. 25% നോർമൽ ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ മൊത്തം നോർമൽ ഡിഫക്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. അതുപോലെ 15% ഓഫ് കാർസിന് സിഗ്നിഫിക്കൻറ്റ് ഡിഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് 30,000 rupees-ഉമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞോളം തന്നെ ഇതിൻ്റെ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ വാറണ്ടിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 60% ഡിഫക്ട്സ് ഇല്ല, അപ്പോൾ അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും വരുന്നില്ല. 25% ഡിഫക്ട്സ് വരുന്നുണ്ട്, നോർമൽ ഡിഫക്ട്സ് വരുന്നുണ്ട്. അതിന് മൊത്തം വരുന്ന കോസ്റ്റ് 10,000 ആണ്. അപ്പോൾ 10,000-ൻ്റെ 25% പ്ലസ്
ദെൻ 15% വരുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിഫക്ട്സ് ആണ്. അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 30,000 റുപ്പീസ് ആണ്. അപ്പോൾ പ്ലസ് 30,000ൻ്റെ 15% ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എഴുതാം the expected value of cost of repairs is equal to 10,000 into 25% plus 30,000 into 15%. That is equal to 2,500. 10,000ൻ്റെ 25% എന്ന് പറയുന്നത് 2,500 പ്ലസ് 30,000ൻ്റെ 15% എന്ന് പറയുന്നത് 4,500 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7,000 കിട്ടും. അപ്പോൾ നമ്മൾ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ ഫോർ വാറണ്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എത്ര രൂപയാണ്? 7,000 റുപ്പീസ് ആണ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ കണ്ടുപിടിക്കേണ്ടത്. എത്രയാണോ പെർസെൻറ്റേജ് എന്ന് നോക്കുക, ആ ഡിഫക്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വരുന്ന നമ്മുടെ ടോട്ടൽ കോസ്റ്റ് നോക്കുക, അതിൻ്റെ മുകളിൽ പെർസെൻറ്റേജ് കണ്ടാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കിട്ടും. അപ്പോൾ മേജർ ഡിഫക്റ്റ് ആണെങ്കിൽ ആ മേജർ ഡിഫക്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് മേജർ ഡിഫക്റ്റ് വന്നിട്ടുണ്ട് അത് പ്ലസ് മൈനർ ഡിഫക്റ്റ് ആണെങ്കിൽ ആ മൈനർ ഡിഫക്റ്റ് കോമ്പൻസേറ്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഇൻറ്റു എത്ര പെർസെൻറ്റേജ് മൈനർ ഡിഫക്റ്റ് വന്നിട്ടുണ്ട് അതിന് മുകളിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എമൗണ്ട് ഓഫ് പ്രൊവിഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ മെഷറിംഗ് പ്രൊവിഷൻ. ഇനി നമ്മൾ പ്രൊവിഷൻസ് മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അത് മെഷർമെൻറ്റ് നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രസൻറ്റ് വാല്യൂ. The amount of provision should be the present value of the expenditure expected to be required to settle the obligation. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യാനായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കണം. അതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വരുന്ന നമുക്ക് ഇപ്പോൾ എക്സ്പെൻഡിച്ചർ വരുന്നില്ല, കാരണം നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വാറണ്ടി ക്ലെയിം വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേജറിനും മൈനറിനും ഒക്കെ കൂടിയിട്ട് 7,000 റുപ്പീസ് അല്ലെങ്കിൽ 4 lakhs റുപ്പീസ് ഒക്കെ നമുക്ക് എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ വരുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ്റെ ബേസിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന എക്സ്പെൻഡിച്ചറിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ എമൗണ്ടിൻ്റെ ഈക്വലൻ്റ് ആയിട്ടൊരു എമൗണ്ടാണ് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 7,000 റുപ്പീസാണ് പ്രൊവിഷൻ ഫോർ വാറണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അത് നമുക്കിപ്പോൾ വരില്ലേ, ഫ്യൂച്ചറിലേ വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 months വാറണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിറ്റാലും 6 മാസത്തിനുള്ളിൽ എന്ന് വേണമെങ്കിൽ നമുക്കൊരു വാറണ്ടി ക്ലെയിം വരാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പ്രൊവിഷനായിട്ട് മെഷർമെൻറ്റ് നടത്തുക. അങ്ങനെ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ആ എക്സ്പെൻഡിച്ചറിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ എമൗണ്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം അതാണ്. ദ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ഇൻ ദ പ്രസൻറ്റ് വാല്യൂ. സെക്കൻഡ് വൺ ഈസ് റീഇംബേഴ്സ്മെൻറ്റ്. റീഇംബേഴ്സ്മെൻറ്റ് എന്താണ്? തിരിച്ചു കിട്ടുന്നത്. Some or all of the expenditure required to settle an obligation is expected to be reimbursed from തേർഡ് പാർട്ടി. അതായത് ഇപ്പം നമ്മൾ ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനായിട്ട് വന്ന എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വാറണ്ടി ക്ലെയിം വന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് എമൗണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ടോ നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. സപ്പോസ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് കോമ്പൻസേഷൻ കിട്ടും. ആ കോമ്പൻസേഷൻ കിട്ടും. അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയാൻ പോണത്. സം ഓർ ഓൾ ഓഫ് ദി എക്സ്പെൻഡിച്ചർ റിക്വയർഡ് ടു സെറ്റിൽ ആൻ ഒബ്ലിഗേഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം തേർഡ് പാർട്ടി. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ആ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകിയ എക്സ്പെൻഡിച്ചർ നമുക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നമുക്ക് റിക്കവർ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. This reimbursement should not deduct from provision. It should be recorded as a separate asset. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ സെറ്റിൽമെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ഒരു റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ എമൗണ്ട് ഒരിക്കലും നമ്മൾ പ്രൊവിഷനിൽ നിന്ന് ലെസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊരു സെപ്പറേറ്റ് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ആണ്, അതൊരു സെപ്പറേറ്റ് അസറ്റായിട്ട് നമ്മളത് റെക്കോർഡ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ലയബിലിറ്റി സൈഡിൽ പ്രൊവിഷനിൽ നിന്ന് ലെസ് ചെയ്യല്ല ചെയ്യേണ്ടത്. അസറ്റ് സൈഡിൽ ഒരു കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് അസറ്റായിട്ട് നമ്മൾ കാണിക്കണം. ഓക്കെ, അതാണ് രണ്ടാമത്. റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം അതിന് വന്ന ചിലവ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലും നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയാൽ അതൊരിക്കലും ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ പ്രൊവിഷനിൽ നിന്ന് ലെസ് ചെയ്യാനായിട്ട് പാടില്ല. ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് എ സെപ്പറേറ്റ് അസറ്റ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ കൺസിഡറേഷൻ പറയുന്നത്.
Third one is changes in provision. Provision should be reviewed at the end of the reporting period and adjusted to then reflect the current best estimate. അതായത് നമ്മൾ പ്രൊവിഷൻസ് ഓരോ കൊല്ലം നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. കാരണം നമുക്കറിയാം ഓരോ കൊല്ലം ചെല്ലും തോറും നമുക്ക് പ്രൊവിഷൻസ് കൂട്ടണം. കാരണം എക്സ്പെക്ടേഷൻസ് ഫോർ വാറണ്ടി എന്തായാലും കൂടെ തന്നെയാണ് ചെയ്യുക. അപ്പം നമ്മൾ വൺസ് ഒരു തവണ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻഡ് വരെ ആ ബിസിനസ്സിൻ്റെ അവസാനം വരെ ആ പ്രൊവിഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻസ് തികയാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ എൻഡിലും അല്ലെങ്കിൽ ഓരോ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലും പ്രൊവിഷൻസ് നമ്മൾ റിവ്യൂ ചെയ്യണം. എന്തെങ്കിലും മാറ്റങ്ങൾ ചില മാറ്റങ്ങൾ അതിൽ വരുത്തിയിട്ട് വേണം നെക്സ്റ്റ് ഇയറിലേക്ക് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത് ചേഞ്ചസ് ഇൻ പ്രൊവിഷൻ ഷുഡ് ബി റിവ്യൂഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിപ്പോർട്ടിംഗ് പീരീഡ് ആൻഡ് അഡ്ജസ്റ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. ഓക്കെ. The next one is use of provision. എവിടെയൊക്കെയാണ് a provision should be used only for the expenditure for which the provisions was originally recognized, not for another purpose. അപ്പോൾ പ്രൊവിഷൻ ഫോർ വാറണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനു മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ, ആ വാറണ്ടിയുടെ ക്ലെയിം വരുമ്പോൾ മാത്രമേ ആ പ്രൊവിഷൻ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. വേറെ ഒരു പർപ്പസിനും ആ പ്രൊവിഷൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ആ പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തത്, ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത്, അതിൻ്റെ സെറ്റിൽമെൻറ്റിന് വേണ്ടി മാത്രമേ ആ പ്രൊവിഷൻ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. വേറെ ഒരു എക്സ്പെൻഡിച്ചറും അത് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ക്ലെയിമിനും അത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് പറയുന്നത് യൂസ് ഓഫ് പ്രൊവിഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ്. പ്രൊവിഷൻ ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ്. നമ്മൾ ഫ്യൂച്ചറിൽ വരുന്ന ഓപ്പറേറ്റിംഗ് ലോസസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ലോസസ്? ഓപ്പറേറ്റിംഗ് ലോസസ് എന്ന് പറയുകയാണെങ്കിൽ ബിസിനസ് നടത്തിയിട്ട് ബിസിനസ്സിൻ്റെ നോർമൽ ഓപ്പറേഷൻസ് നടത്തിയിട്ട് അതിൽ നിന്ന് വരുന്ന നഷ്ടം, അതിനുവേണ്ടി ഒരിക്കലും പ്രൊവിഷൻസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പാടില്ല. പ്രൊവിഷൻ ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഫോർ ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസ്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കണമെന്ന് പറയാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ നമുക്ക് നഷ്ടമാവും ഉണ്ടാവുക. അങ്ങനെയുള്ള നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പ്രൊവിഷൻസ് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഓണറസ് കോൺട്രാക്ട്. ഓണറസ് കോൺട്രാക്ട് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് വരുന്ന എക്സ്പെൻസിനെ ഇൻകത്തിനേക്കാൾ കൂടുതലായിരിക്കും അതിന് വരുന്ന എക്സ്പെൻഡിച്ചർ. ഓക്കെ, നമ്മളിപ്പോഴും ഒരു എന്തെങ്കിലും ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിന് വരുന്ന എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ഇൻകം എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുക. പക്ഷേ ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുകയാണെങ്കിൽ ദ എമൗണ്ട് വിച്ച് ഈസ് ഇൻകേർഡ് ഫോർ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്ട് ഈസ് മോർ ദാൻ ദി ഇൻകം. അതിനാണ് വരുന്നത് ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ് ഫോർ ഫുൾഫില്ലിംഗ് ദ ഒബ്ലിഗേഷൻ എക്സീഡ് ദ എക്കണോമിക് ബെനിഫിറ്റ് റിസീവ്ഡ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ എക്സ്പെൻഡിച്ചർ. അങ്ങനത്തെയുള്ള കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഓണറസ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ദ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അണ്ടർ ഓണറസ് കോൺട്രാക്ട് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് മെഷേർഡ് ആസ് എ പ്രൊവിഷൻ. അങ്ങനെ ഒരു ഓണറസ് കോൺട്രാക്റ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒബ്ലിഗേഷൻ എത്രയാണോ അതാണ് നമ്മൾ പ്രൊവിഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ദി പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ഓർ റെക്കഗ്നൈസ്ഡ് ആൻഡ് മെഷേർഡ് ആസ് എ പ്രൊവിഷൻ ഇൻ ദ കേസ് ഓഫ് ഓണറസ് കോൺട്രാക്ട്. നെക്സ്റ്റ് വൺ ഈസ് റീസ്ട്രക്ചറിങ്. അതും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. റീസ്ട്രക്ചറിങ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഈസ് പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി മാനേജ്മെൻറ്റ് വിച്ച് മേക്സ് എ ചേഞ്ചസ് ഇൻ ദ സ്കോപ്പ് ഓഫ് ദി ബിസിനസ് ആൻഡ് മാനർ ഇൻ വിച്ച് ദ ബിസിനസ് ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്താണ് റീസ്ട്രക്ചറിങ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം, അത് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പും അതുപോലെ മാനറിസും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ റീസ്ട്രക്ചറിങ് നടത്തുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ റീസ്ട്രക്ചറിങ് പ്രൊവിഷൻ ഷുഡ് ഇൻക്ലൂഡ് ഓൺലി ദ ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷനിൽ എന്ത് മാത്രം ഉണ്ടാവാനായിട്ട് പാടുള്ളൂ, ആ റീസ്ട്രക്ചറിങ്ങിന് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ നമുക്ക് ഉണ്ടാവാനായിട്ട് പാടുള്ളൂ. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ലൈക്ക് മാർക്കറ്റിംഗ്, ദെൻ ട്രെയിനിങ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിലുണ്ടാവാനായിട്ട് പാടില്ല. ആ റീസ്ട്രക്ചറിങ്ങിന് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസിന് മാത്രമേ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then a provision for restructuring cost is recognized only when an entity must have a detailed formal plan. It will carry out the restructuring by announcing its main features. പ്രൊവിഷൻസിലെ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പ്ലസ് ഏത് തരത്തിലുള്ള റീസ്ട്രക്ചറിലാണ് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം.
ഒന്നാമത്തെ പറയുന്നത് ആ റീസ്ട്രക്ചറിന് കൃത്യമായിട്ടൊരു ഫോർമൽ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്ന കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പോണത്, ഇതൊക്കെ ചെയ്താൽ ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ടാവുമെന്ന് കൃത്യമായിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുമിരിക്കണം. ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീസ്ട്രക്ചറിങ് പ്രോഗ്രാംസിന് മാത്രമേ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെ 7 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും മെഷർമെൻറ്റ് നടത്തുമ്പോൾ, പ്രൊവിഷൻസിൻ്റെ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഷുഡ് ബി ഇൻ ദ പ്രസൻറ്റ് വാല്യൂ. ദെൻ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രൊവിഷൻസ് ലെസ് ചെയ്യാനായിട്ട് പാടില്ല. അസറ്റ് സൈഡിൽ സെപ്പറേറ്റ് അസറ്റായിട്ട് കാണിക്കാം. ചേഞ്ചസ് നമ്മൾ ഓരോ റിപ്പോർട്ടിംഗ് പീരീഡിൻ്റെ എൻഡിലും ഈ പ്രൊവിഷൻസ് ഒന്ന് റിവ്യൂ ചെയ്യണം. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് മാത്രം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഫ്യൂച്ചർ ഓപ്പറേറ്റിംഗ് ലോസസിന് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓണറസ് കോൺട്രാക്റ്റ് ആണെങ്കിൽ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ വന്ന എക്സ്പെൻഡിച്ചറിന് മാത്രം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ റീസ്ട്രക്ചറിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ആ പ്രൊവിഷൻസിൽ ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പക്ഷെ അത് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർ ഫോർമൽ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ ഈ ആക്ഷൻ പ്ലാൻ പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമ്മൾ പ്രൊവിഷൻസിൻ്റെ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കണ്ടീജൻ ലയബിലിറ്റി. ഞാൻ പറഞ്ഞു ഈ ഇൻഡയസ് 37 എന്ന് പറയുന്നത് 3 ടേംസിന് റിലേറ്റഡ് ഉള്ളതാണ്. പ്രൊവിഷൻ, കണ്ടീജൻ ലയബിലിറ്റി, കണ്ടീജൻ അസറ്റ്സ്. അതിന് നമ്മുടെ പ്രൊവിഷൻസിൻ്റെ ഡിസ്കഷൻ കഴിഞ്ഞു. അതിൻ്റെ മീനിങ് പഠിക്കുക, അത് എപ്പോഴൊക്കെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, എപ്പോഴാണ് മെഷർമെൻറ്റ്, അതിൻ്റെ ഈ 3 കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ രണ്ടാമത്തെ ഐറ്റമാണ് കണ്ടീജൻ ലയബിലിറ്റി. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ കണ്ടീജൻ ലയബിലിറ്റി ഈസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എ പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് അറൈസ് ഫ്രം പാസ്റ്റ് ഈവൻറ്റ്സ് and the existence of which will be confirmed only by the occurrence or non-occurrence of one or more uncertain future events not within the control of the enterprise. ഓക്കെ, അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടീജൻ ലയബിലിറ്റി ആവണമെങ്കിൽ ഇറ്റ് ഈസ് എ പോസിബിൾ ഒബ്ലിഗേഷൻ, ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളൊരു ഒബ്ലിഗേഷനാണ്. പാസ്റ്റ് ഇവൻറ്റിൽ നിന്ന്, മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഒബ്ലിഗേഷനാണ്. And from past event and existence of which will be confirmed only by the occurrence or non-occurrence of one or more uncertain future event not within the control of the enterprise. ഇനി അതിൻ്റെ എക്സിസ്റ്റൻസ് എപ്പോഴാണ് ഉറപ്പിക്കാമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇവൻ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത, അതായത് നോട്ട് വിതിൻ ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് തടുക്കാനായിട്ട് പറ്റില്ല. ആ ഒരു സംഭവം ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക ചെയ്താൽ മാത്രമേ അതിൻ്റെ എക്സിസ്റ്റൻസ് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഇറ്റ് ഈസ് എ, നേരത്തെ നമ്മൾ എന്താ പഠിച്ചിരുന്നത്, പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്നാണ് പറഞ്ഞിരുന്നത് ഏതിൽ, പ്രൊവിഷൻസിൽ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്, പോസിബിൾ ഒബ്ലിഗേഷൻ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണ്ട് നടന്ന ഏതൊരു സംഭവത്തിൽ നിന്ന് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അത് നമുക്ക് എപ്പോഴും ഉറപ്പിക്കാൻ പറ്റുള്ളൂ, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ഒരു ഇവൻ്റ് വിച്ച് ഈസ് നോട്ട് വിതിൻ ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ, അത് നമ്മുടെ കൺട്രോളിലുള്ളതല്ല, അത് നടക്കോ നടക്കില്ലേ എന്ന് നമുക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ നമുക്കതൊരു ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് പറയുന്നത് എ പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് അറൈസസ് ഫ്രം ദി പാസ്റ്റ് ഇവൻറ്റ്സ് ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് വിച്ച് വിൽ ബി കൺഫേം ഓൺലി ബൈ ദ ഒക്കറൻസ് ഓർ നോൺ ഒക്കറൻസ് ഓഫ് വൺ ഓർ മോർ അൺസർട്ടിയൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് നോട്ട് വിതിൻ ദ കൺട്രോൾ ഓഫ് ദി എൻ്റർപ്രൈസ്. അതാണ് ഒരു മീനിങ് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറൈസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് ബട്ട് നോട്ട് റെക്കഗ്നൈസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിത് റെക്കഗ്നൈസ് ചെയ്യാത്തത്. ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യില്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ഒബ്ലിഗേഷനാണ് ബട്ട് നോട്ട് റെക്കഗ്നൈസ്. അതിൻ്റെ കാരണങ്ങളാണ് ഇറ്റ് ഈസ് നോട്ട് പ്രോബബിൾ ദാറ്റ് ദ ഔട്ട്ഫ്ലോ ഓഫ് ദി റിസോഴ്സസ് വിത്ത് എക്കണോമിക് ബെനിഫിറ്റ്സ് വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ദ ഒബ്ലിഗേഷൻ. നമുക്കൊരു ഉറപ്പില്ല, അതായത് നമ്മൾ പ്രൊവിഷൻസിൽ എന്താ പറഞ്ഞത്, നമുക്ക് സെറ്റിൽമെൻറ്റ്, ആ പ്രൊവിഷൻസിൻ്റെ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആ ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ഒരു ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ആവശ്യമായിട്ടുണ്ട്. അതിൽ ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടത്തുമ്പോൾ ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട് ഉണ്ടാവോ ഉണ്ടാവില്ല നമുക്കിപ്പോൾ യാതൊരു ഉറപ്പില്ല. അതുപോലെ ദ റിലയബിൾ എസ്റ്റിമേറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഒബ്ലിഗേഷൻ കനോട്ട് ബി മെയ്ഡ്. അവിടെ നമ്മൾ പ്രൊവിഷൻസ് ആകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര രൂപയാണ് എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് മെഷർമെൻറ്റ് നടത്താൻ പറ്റുന്നതായിരിക്കണം. ആ പ്രൊവിഷൻസ് നമ്മൾ കണ്ടീഷൻസ് 4 കണ്ടീഷൻസ് പഠിച്ചിരുന്നു.
present obligation from past events, there should be an outflow of economic benefit and it should be reliably measurable. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ അതൊരു പ്രൊവിഷൻ ആവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ റെക്കഗ്നിഷൻ പഠിച്ചത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടീജന്റ് ലയബിലിറ്റി ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ സെറ്റിൽമെൻറ്റ് സമയത്ത് ഒരു എക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടാവില്ല എന്ന് നമുക്കിപ്പോൾ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അതുപോലെ എത്ര എമൗണ്ടിൻ്റെ ആണ് ഔട്ട്ഫ്ലോ ഉണ്ടാവുക എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കതിപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇതാണ് പ്രൊവിഷനും കണ്ടീജന്റ് ലയബിലിറ്റി നമ്മളെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രൊവിഷൻ ആണെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ് ഔട്ട്ഫ്ലോ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റില്ല. ദെൻ പ്രൊവിഷൻ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഇവിടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. ഈ 2 അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് എന്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. കണ്ടീജന്റ് ലയബിലിറ്റി ഇപ്പോൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇവൻറ്റ് ഉണ്ടാവില്ലേ എന്നൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കതൊരു റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Thus, contingent liability are not payable at present. അതുകൊണ്ടാണ് അതിനെന്തെന്ന് വിളിക്കാത്തത്? പ്രസൻറ്റ് ഒബ്ലിഗേഷൻ എന്ന് വിളിക്കില്ല. ഇറ്റ് ഈസ് എ പോസിബിൾ ഒബ്ലിഗേഷൻ. ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം. Thus, contingent liability are not payable at present. It may be payable on the happening of a contingency or future uncertain event. ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ചിലപ്പോൾ പേയ്മെൻറ്റ് ഒരു ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ. Contingent liabilities are assessed continually to determine whether settlement has become probable. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ടീജന്റ് ലയബിലിറ്റി നമ്മൾ പീരിയോഡിക് ആയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യണം, അല്ലെങ്കിൽ അസസ് ചെയ്യണം. കാരണം ഉണ്ടാവില്ലേ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തണം. പ്രോബബിൾ ആവോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അസസ്മെൻറ്റ് നടത്തണം. ഇഫ് ഇറ്റ് ബിക്കം പ്രോബബിൾ പ്രൊവിഷൻസ് ഈസ് റെക്കോർഡഡ്. അങ്ങനെ നമ്മൾ പ്രോബബിൾ ആവുമെന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊല്ലം ആ ഒരു കണ്ടീജന്റ് ലയബിലിറ്റി പ്രോബബിൾ ആവുമെന്ന് നമുക്ക് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ പ്രൊവിഷൻസ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പീരിയഡ് ഇൻ വിച്ച് ദ ഇവൻറ്റ് ഒക്കേഴ്സ്. ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിന് പ്രൊവിഷൻസ് റെക്കോർഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് പ്രൊവിഷൻസ് ഫോർ കണ്ടീജന്റ് ലയബിലിറ്റിയും അത് മറ്റേ പ്രൊവിഷൻ നമ്മളെ വ്യത്യാസം എന്ന് പറയുന്നത്. ഈ കണ്ടീജന്റ് ലയബിലിറ്റി ഉണ്ടാവില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. ഉണ്ടാവുകയാണെങ്കിൽ ഏത് കൊല്ലമാണ് ആ ഫ്യൂച്ചർ അൺസർട്ടൻ ഇവൻറ്റ് നടന്നത്, ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അല്ലാണ്ട് മുൻകൂട്ടി നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുള്ള 2 കാരണങ്ങളെന്ന് പറയുന്നത് അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും, ഔട്ട്ഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവും നമുക്കൊരു ഉറപ്പുമില്ല. അതുപോലെ എത്ര എമൗണ്ട് ആകുമ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനും പറ്റില്ല. ഈ 2 റീസൺ കൊണ്ട് നമ്മൾ ഒരിക്കലും കണ്ടീജന്റ് ലയബിലിറ്റീസിന് പ്രൊവിഷൻസ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യില്ല. എപ്പോഴാണോ ആ കണ്ടീജന്റ് ലയബിലിറ്റി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇവൻ്റ് ഉണ്ടാവുന്നത്, അത് പ്രോബബിൾ ആവുന്നത്, ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യും? അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ മീനിങ് ആയിട്ട് പഠിക്കേണ്ടത്. ആദ്യത്തെ മീനിങ് പഠിക്കുക, ദെൻ എന്തുകൊണ്ടാണ് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്തതിന് 2 കാരണങ്ങൾ പഠിക്കുക. ദെൻ ഇത് പറയുക, കണ്ടീജന്റ് ലയബിലിറ്റി ഒരിക്കലും ഒരു പ്രോബബിൾ ഇവൻ്റ് അല്ല. ഫ്യൂച്ചറിൽ അതുണ്ടായാൽ മാത്രമേ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏത് കൊല്ലമാണ് അത് പ്രോബബിൾ ആയത്, ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.